എന്നോട് ഈ ഉമർ ഉസ്താദ് ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വന്ന സമയത്ത് തന്നെ ഉമർ ഉസ്താദ് ഈ ഒരു ബിസിനസ് എന്നോട് പറഞ്ഞിരുന്നു. ആ വീട്ടിലൊക്കെ കൊണ്ടുപോയി സാറ് എടുത്തു വെച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തന്ന സമയത്ത് ഞാൻ ഉമർ ഉസ്താദിനെ അളന്ന് എന്ന് തന്നെ പറയാം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഞാൻ ഈ ഒരു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഈ പന്നൂര് എന്ന നാട്ടിലെത്തിയിട്ട് 26 വർഷമായി. കഴിഞ്ഞ ഈ നവംബർ 29-നേക്ക്. അപ്പൊ ആ വന്നതിന് ശേഷം മുഴുവനും കാണുന്ന ഒരു വ്യക്തിയാണ് നമ്മളെ ഉമ്മർ ഉസ്താദ്. ഇതാള് ഈ മൈലേജ് സ്റ്റൈൽ പറഞ്ഞ സമയത്ത്, ഈ ഒരു ബിസിനസ് പറഞ്ഞ സമയത്ത് വീട്ടിൽ കൊണ്ടുപോയി പ്രൊഡക്റ്റ് ഒക്കെ കാണിച്ചു തന്ന്. അപ്പൊ അവിടെ ഞാൻ മനസ്സിലാക്കിയത് എന്തായി പോയി, ഉമ്മർ ഉസ്താദ് എന്നൊരു എന്താ പറയാ, ഒരു സാധാ ഒരു രീതിയിൽ ഒരു വീടിന്റെ ഒരു ചാരുപടി ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ എപ്പോഴും കാണല്. കാരണം ഒരു വലിയൊരു നല്ല രീതിയിലൊന്നല്ല ഉണ്ടാവുക, ഒരു ഡ്രസ്സ് പോലും നല്ല രീതിയിലല്ല ഉണ്ടാവല്. അപ്പൊ ഞാൻ അളന്നു പോയി. കാരണം എന്താ വെച്ചാല് ഉമ്മർ ഉസ്താദൊക്കെ പറഞ്ഞപ്പോ ഒരു ബിസിനസ് കൂടിയാൽ വിജയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ എന്റെ മനസ്സിൽ കടന്നുകൂടി. അങ്ങനെ ഞാൻ ആ ഒരു ബിസിനസ് തീരുന്ന പുച്ചാക്കി കരുതി. കാരണം ഉമ്മർസ്ഥാണല്ലോ പറഞ്ഞെന്നുള്ള രീതിയിൽ അങ്ങനെ ഞാനത് തള്ളി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേറെ MLM കമ്പനിയിൽ, ഒന്നും രണ്ടും കമ്പനികളിലൊന്നല്ല ഞാൻ ജോയിൻ ചെയ്തത്. പല കമ്പനിന്റെ പേരുകളൊന്നും ഞാൻ ഇതിൽ എടുത്തു പറയുന്നില്ല. പല കമ്പനികളും ഞാൻ ജോയിൻ ചെയ്തു. പക്ഷെ അതിലൊന്നും എനിക്കൊന്നും നേടിയെടുക്കാനോ ഒന്നും കഴിഞ്ഞില്ല. കുറെ പ്രൊഡക്റ്റുകൾ എടുക്കൂ, സെയിൽ ചെയ്യൂ, ഫ്രീ പ്രൊഡക്റ്റ് കുറെ വാങ്ങും എന്നല്ലാതെ ഒരു കമ്പനിയിൽ നിന്ന് ഒരു വരുമാനം വാങ്ങാൻ എനിക്ക് നടന്നിട്ടില്ല. ഞാൻ കുറച്ച് MLM-ൽ നിന്നത് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ഇനി നമ്മൾ MLM കമ്പനിയിൽ ജോയിൻ ചെയ്യണമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിലും നമ്മൾ നല്ലൊരു ലീഡേഴ്സിന്റെ കൂടെയോ അങ്ങനെയുള്ള ഒരാളുകളെ കൂടെ, നമുക്ക് പറഞ്ഞു തരാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരാളുകളെ കൂടെ നിന്നാലേ നമുക്ക് ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ പറ്റൂ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പക്ഷെ യാദൃശികമായിട്ട് നമ്മളെ റഷീദ് സാറെ ഞാൻ പീഷിന്റെ ഷോപ്പിന്റെ അടുത്തുനിന്ന് കണ്ടുമുട്ടാൻ തയ്യാറായി. അപ്പൊ റഷീദ് സാർ എന്നോട്, ഉമർ ഉസ്താദും കൂടെ ഉണ്ട്. അപ്പൊ എന്നോട് ബിസിനസ് അന്നപ്പോ ചെറിയൊരു പരിപാടി ഉണ്ട്, നമുക്ക് നിങ്ങളെ എപ്പോഴാ കിട്ടാന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇവര് നിരന്തരം എന്റെ ഷോപ്പിൽ വരലായി. അങ്ങനെയാണ് റഷീദ് സാറും സാബിത് സാറും കൂടി വന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ, ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ കുറെ MLM ചെയ്യുന്നുണ്ട്, ഞാൻ അതിൽ വരുമാനം വാങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. കാരണം ഇവരുടെ അടുത്ത് നിന്ന് എങ്ങനെങ്കിലും ഒന്ന് എനിക്ക് ഒഴിഞ്ഞു മാറണല്ലോ, ഇനിയും MLM അല്ലേ, എന്തായാലും ഇതുപോലൊക്കെ ഉണ്ടാവുള്ളൂ, എനിക്കൊന്നും നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നലായിപ്പോയി എന്റെ മനസ്സിൽ. കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒന്നും കിട്ടാതെ നിൽക്കുന്ന നേരം ഇനിയും MLM എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്കൊരു ദേഷ്യം പോലാണല്ലോ. അപ്പോ റഷീദ് സാറും സാബിത് സാറും വന്ന് ഇതിന്റെ കാര്യങ്ങൾ ഫുള്ള്, ഇതിന്റെ പ്ലാനും ഇതിന്റെ പ്രൊഡക്റ്റിന്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്ന സമയത്ത് ഇതിന്റെ പ്ലാന് കേട്ട സമയത്ത് എനിക്കൊരു ഗെയിം പോലായിട്ട് തോന്നി. കാരണം ഞാൻ ചെയ്ത മേഖലയിലുള്ള പ്ലാന് ഭയങ്കര ഒരു ടഫ് പ്ലാനായിരുന്നു. അപ്പൊ ഈ ഒരു പ്ലാൻ കേട്ടപ്പോ എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നതിന്റെ അത്ര ഉള്ള ഒരു പ്രയാസം ഈ പ്ലാനിൽ എനിക്ക് തോന്നുന്നില്ല, ഇതൊരു ഗെയിം പോലൊക്കെ ഉണ്ട് എന്ന് തോന്നി. ഏതായാലും ഞാൻ ഐഡിയ അടിച്ചു. അന്നത്തെ സാഹചര്യത്തില് എനിക്കൊരു 50,000 എന്നൊന്നും പറയുന്ന ഒന്നും അല്ല. കാരണം എന്താ വെച്ചാല് പ്രൊഡക്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ ഒറ്റയടിക്ക് 50,000 പ്രൊഡക്റ്റ് എടുത്ത് കുറച്ച് ഷോപ്പിൽ അവിടെ വെച്ച്, കുറച്ച് വീട്ടിൽ വെച്ച്, ഒരു 18,000 അടുത്തോളം ഞങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാനും കൊണ്ട് മാറ്റി. കാരണം വീട്ടില് ഇങ്ങനെ മീറ്റിങ്ങിന്റെ സമയം രാവിലെ മോർണിംഗ് മീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഉമ്രസ്ഥാന്റെ വക പൊലിച്ചൊക്കെ 5 മണിക്കുള്ള വിളിയാ, എണീക്കാനുള്ള വിളിയാ. അന്നപ്പൊക്കെ ഞാൻ ചിന്തിക്കും, ഈ ഉമ്രസ്ഥാൻ എന്തായിരിക്കല്ലോ നമ്മളെ പൊലിച്ചൊക്കെ വിളിച്ചോണ്ട് ഈ മീറ്റിങ്ങിൽ ഇരുത്തിയില്ലെങ്കിൽ എന്തായിരിക്കല്ലോ തരക്കേട്. അങ്ങനെ കുറെ മനസ്സോണ്ടൊക്കെ കുറെ വെറുത്തു പോയിക്കുന്നു ആ ഒരു സമയത്ത് ലീഡേഴ്സിനെ. കാരണം നമ്മളങ്ങനെ പ്രയാസപ്പെടുത്തുകയാണല്ലോ അന്ന്. കാരണം രാവിലെ എണീക്കാൻ വിളിക്കുക. അപ്പൊ എന്റെ വ്യാപ്പിൾ അങ്ങനെ ചോദിക്കൂ, ഈ മനുഷ്യന് വേറൊരു പണിയൊന്നും ഇല്ലേ? അന്നപ്പോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതിൽ എന്തോ ഒരു കാര്യം ഉണ്ട് എന്നുള്ള. ഇവര് നിരന്തരം രാവിലെ വിളിക്കുന്ന സമയത്ത് അങ്ങനെ ഏതായാലും ഉമ്രുസ്താന്റെ നിരന്തരമുള്ള വിളിയോ ഉമ്രുസ്താന്റെ ഫോളോ അപ്പോ റഷീദ് സാറ് സാബി സാറ് അതും ഫോളോ അപ്പ് ചെയ്ത്, ബിൻഷിറ മേഡം അതുകൊണ്ട് ഫോളോ അപ്പ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ ഒരു ബിസിനസ്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു റാങ്കിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ലീഡേഴ്സിന്റെ ഫോളോ അപ്പ് ആണ്.